ഈ മതമണ്ടന്മാർ വിചാരിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. എന്നാൽ ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിനാണ് ഗലീലിയോയെ ഇവർ പീഡിപ്പിച്ചത്. ഗലീലിയോയും സഭയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് നിങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. കാരണം ഭൂമി ഉരുണ്ടതാണെന്ന വസ്തുത അതിനും 2000 വർഷങ്ങൾ മുൻപേ അറിയാവുന്ന ഒന്നായിരുന്നു. ഭൂമി ഒരു ഗോളമാണെന്നതിന് നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷണൽ എവിഡൻസ് കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ്. അക്കാലത്തെ ശാസ്ത്രജ്ഞന്മാരും സഭയും ഉൾപ്പെടെ എല്ലാവരും പിന്തുടർന്നിരുന്നത് ഈ അരിസ്റ്റോട്ടിലിയൻ മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഉരുണ്ടതാണെന്ന കാര്യത്തിൽ അന്ന് ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ ഭൂമിയാണോ സൂര്യനെ ചുറ്റുന്നത് അതോ സൂര്യനാണോ ഭൂമിയെ ചുറ്റുന്നത് എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഗലീലിയോ ജനിക്കുന്നതിനും പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ സ്പെയിനിന് വേണ്ടി കത്തോലിക്ക വിശ്വാസിയായ മഗല്ലൻ്റെ നേതൃത്വത്തിലുള്ള പര്യവേഷണ സംഘം ഭൂമി ചുറ്റി സഞ്ചരിച്ചിരുന്നു. ഭൂമി ചുറ്റി വന്നിരുന്നു. മഗല്ലൻ ആ യാത്രക്കിടയിൽ വധിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യാത്ര ആ സംഘം പൂർത്തിയാക്കുന്നുണ്ട്. മഗല്ലൻ്റെ ഈ പര്യവേഷണ സംഘം തിരിച്ചെത്തുന്നത് യുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് ഒരു ഗ്ലോബ് സമ്മാനിച്ചുകൊണ്ടാണ് സ്പെയിനിലെ രാജാവ് വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് ക്രൈസ്തവ യൂറോപ്പ് പണ്ടേ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഗ്ലോബുകൾ നിർമ്മിക്കപ്പെട്ടതും അത് വലിയ രീതിയിൽ പ്രചാരത്തിലിരുന്നതും. മഗല്ലൻ്റെ ഈ യാത്രയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും അന്നുള്ളവർ ഭൂമി പരന്നതാണെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്ന് പറയുന്ന ചില യുക്തിവാദികളുടെ ചരിത്രബോധവും സയൻറ്റിഫിക് ടെമ്പറും ഓർത്തു കഴിഞ്ഞാൽ തലയിൽ കൈവച്ചു പോകും. യേശുവിനും 5-6 നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ അരിസ്റ്റോട്ടിലിനും പൈതഗോറസിനുമൊക്കെ ഭൂമി ഉരുണ്ടതാണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. കപ്പൽ യാത്ര ചെയ്തിരുന്ന ആർക്കും ദൂരേക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമിയുടെ ആകൃതി പരന്നതല്ല എന്ന്. കാരണം തീരത്തു നിന്ന് നോക്കുമ്പോൾ ദൂരേക്ക് പോകുന്ന ഒരു കപ്പൽ അപ്രത്യക്ഷമാകുന്നത് ഒരു ഗോളത്തിന് മുകളിലൂടെ നീങ്ങുന്നത് പോലെയാണ്. സമുദ്രയാത്ര ചെയ്തിരുന്ന ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഒന്നായിരുന്നത്. മാത്രമല്ല ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുമ്പോൾ കാണുന്നത് ഒരു വൃത്തത്തിൻ്റെ ആകൃതിയിലുള്ളതാണെന്നും ഇത് ഉരുണ്ട ഭൂമിയുടേതാണെന്നും അരിസ്റ്റോട്ടിൽ നിരീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ മറുപടി നൽകേണ്ട മറ്റൊരു വാദം കൂടെയുണ്ട്. ഭൂമി പരന്നതാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കാലത്ത് ഖുറാൻ അത് ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചു എന്ന് ചില ദാവാക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു പച്ചക്കള്ളമാണ്. ഇനി ഉരുണ്ട ഭൂമിയെക്കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ക്രിസ്തുവിനും 2 നൂറ്റാണ്ടുകൾ മുൻപ്, ഖുറാൻ എഴുതപ്പെടുന്നതിനും 1000 വർഷങ്ങൾ മുൻപ് ഗ്രീക്കുകാർ ഭൂമിയുടെ ചുറ്റളവ് സർക്കംഫറൻസ് വളരെ കൃത്യമായി കണക്ക് കൂട്ടിയിരുന്നു. സഭ ഉൾപ്പെടെ പിന്തുടർന്നിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ഭൗമകേന്ദ്രീകൃതവാദം ജിയോസെൻട്രിക് മോഡൽ അനുസരിച്ച് ഭൂമി ഉരുണ്ടത് തന്നെയാണ്. ചുരുക്കത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് അറിവുള്ള കാലത്താണ്, പരക്കെ അങ്ങനെ വിശ്വസിക്കപ്പെട്ടിരുന്ന കാലത്ത് തന്നെയാണ് ഖുറാൻ രചിക്കപ്പെടുന്നതും ഇസ്ലാം മതം രൂപം കൊള്ളുന്നതും. എന്നാൽ ഭൂമി ഉരുണ്ടതാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഖുറാൻ ഭൂമി പരന്നതാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഭൂമി പരന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഖുറാനിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. സംശയമുള്ളവർക്ക് ഈ വാക്യങ്ങളുടെയൊക്കെ തഫ്സീറുകൾ, അതായത് വ്യാഖ്യാനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ്, വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. സൂറ അൽ ബഖറ 2:22, അവനത്രേ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തെ ഒരു മേൽപ്പുരയായും സംവിധാനിച്ചവൻ. സൂറ അൽ ഗാശിയ 88:20, ഭൂമിയെ എങ്ങനെയാണ് പരത്തി വച്ചിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ലേ. ഇനി സൂറ 13:3, അവനത്രേ ഭൂമിയെ പരത്തുകയും അതിൽ ഉറപ്പുള്ള പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. ഇനി സൂറ 79:30, അതിനുശേഷം അവൻ ഭൂമിയെ പരത്തി ദഹാഹ. ഈ വാക്യങ്ങളിലൊക്കെ ഭൂമിയെ ഒരു വിരിപ്പ് പോലെ അല്ലെങ്കിൽ ബെഡ് പോലെയോ കാർപ്പറ്റ് പോലെയോ വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് ഉള്ള വിവരണങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഗോളാകൃതിയുള്ള ഒരു ഭൂമിയേക്കാൾ പരന്ന ഒരു പ്രതലത്തെയാണ് ആ കാലഘട്ടത്തിലെ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ഈ വാക്യങ്ങളിലൊക്കെ ഭൂമിയെ ഒരു വിരിപ്പ് അല്ലെങ്കിൽ ഒരു ബെഡ്, ഒരു കാർപ്പറ്റ് പോലെ വിരിച്ചിട്ടിരിക്കുകയാണ് എന്നൊരു വിവരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഗോളാകൃതിയുള്ള ഒരു ഭൂമിയേക്കാൾ പരന്ന ഒരു പ്രതലത്തെയാണ് ആ കാലഘട്ടത്തിലുള്ള വായനക്കാരിലേക്ക് എത്തിച്ചിരുന്നത് എന്ന് വ്യക്തമാണ്.